എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ പറ്റി പറയാം. ചിലപ്പോൾ അതിൻ്റെ പേര് പോലും നിങ്ങളാരും കേട്ടിട്ടുണ്ടാകത്തില്ല. ഞാൻ ആ സിനിമയുടെ ഇതിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല. ചിലപ്പോൾ ഒരു കൂട്ടം പടങ്ങളുള്ള ഒരു സിനിമയിലെ ഒരു പടത്തെ പറ്റി ഞാൻ പറയുന്നത് കേട്ടോ. അതിൻ്റെ പേര് മധുരം ജീവാമൃത ബിന്ദു. അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സൈജു കുറുപ്പാണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ആ പടം എബോവ് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ രണ്ടാമത്തെ പടം ബേസിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ സംവിധാനം എനിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും പടത്തിൻ്റെ ഒരു തോട്ട് നല്ലതാണ്. ഒരു ഫാൻറ്റസി ടൈപ്പ് പടമാണ്. ഒരു നൊസ് പിടിച്ച ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. പടത്തിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, നൊസ്. മൂന്നാമത്തെ പടം കുറച്ചുകൂടെയൊക്കെ ഒരു ഇമോഷണലാണ്. ജാഫർ ഇടുക്കിയാണ് മെയിൻ കഥാപാത്രം, കൂടെ വിനയ് ഫോർട്ടും ഉണ്ട്. ആ പടവും മോശമല്ല, എബോവ് ആവറേജ് ആണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു പടം ഈ സീരീസിലെ നാലാമത്തെ പടമാണ്. പടം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന ജീവാമൃത ബിന്ദു എന്നാണ്. പടം മുന്നോട്ട് പോകും തോറും നമുക്ക് മനസ്സിലാവും ഈ മൊത്തം സിനിമയുടെയും ടൈറ്റിലിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ പടം. നാലാമത്തെ പടം അഭിനയിച്ചിരിക്കുന്ന ലാലും സുഹാസിനിയുമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും തീവ്രമായ വികാരം എന്തായിരിക്കും? നമ്മൾ പലർക്കും പല ഉത്തരമായിരിക്കും ഇതിനുണ്ടാവുക. പക്ഷെ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും മധുരത്തോടുള്ള കൊതിയാണ് ഒരാൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും തീവ്രമായ വികാരമാണ്. അത്ര മനോഹരമായിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. ഇതിൽ ലാൽ അഭിനയിച്ചേക്കുന്നതാണെങ്കിൽ സുഹാസിനി അഭിനയിച്ചേക്കുന്നതാണെങ്കിലും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ്റെ കയ്യിലാണ് പടം. അഭിനേതാക്കൾ എത്ര നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യുന്നതിലുള്ള കഴിവ് ഒരു സംവിധായകൻ്റേതാണ്. ഈ പടത്തിൻ്റെ സംവിധാനം വളരെ മികച്ചു നിൽക്കുന്നു. ഈ അടുത്ത് കണ്ട മലയാള സിനിമകളിൽ ഏറ്റവും മികച്ചതെന്ന് തന്നെ പറയാവുന്നൊരു കഥയാണ് മധുരം ജീവാമൃത ബിന്ദുവിലെ നാലാമത്തെ കഥയായ മധുരം ജീവാമൃത ബിന്ദു. സിനിമയുടെ മെയിൻ പേര് അത് തന്നെയാണ്. ഈ കഥ കണ്ട് മുന്നോട്ട് പോകുന്തോറും നമ്മുടെ നായകനായ ലാലിനോട് നമുക്കെല്ലാവർക്കും ഭയങ്കര സിമ്പതറ്റിക് ആയ ഒരു അപ്രോച്ച് വരും. നമുക്കൊക്കെ തോന്നും അങ്ങേർക്ക് അതൊന്ന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിക്കുന്നൊരവസ്ഥയിൽ നമ്മൾ എത്തിക്കും. അതാണ് സംവിധായകൻ്റെ മിടുക്ക്, എഴുത്തുകാരൻ്റെ മിടുക്ക്, അഭിനയിച്ചിരിക്കുന്നവരുടെ മിടുക്ക്. ബൈ.